നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ നരഹത്യയ്ക്ക് കേസെടുത്തു. കെണിവെച്ച ആളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു. മീൻ പിടിക്കാൻ പോയ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു വിജയ് ആണ് ഇന്നലെ രാത്രി മരിച്ചത്. ഷോക്കേറ്റ മറ്റ് 2 പേർ ചികിത്സയിലാണ്. അപകടത്തിന് കാരണം KSEBയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. റോഡ് ഉപരോധം രാത്രി വൈകിയും നീണ്ടു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. കണ്ടിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് പ്രതിപക്ഷം. വഴിക്കടവിലേത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആരോപിച്ചു. ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊന്നൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന സർക്കാരിനെതിരെ അതിനുവേണ്ടി മൗനാനുവാദം കൊടുത്ത KSEB ഡിപ്പാർട്ട്മെന്റിനെതിരെ കൃത്യമായ നടപടികളും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് UDF മുന്നോട്ട് പോകും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിഷയം UDF രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് LDF ആരോപിച്ചു. ഊഹാപോഹങ്ങൾക്ക് സ്ഥാനമില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. കോൺഗ്രസിന്റെ ആരോപണം നിലവാരമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്ന് CPIM PB അംഗം A വിജയരാഘവനും കുറ്റപ്പെടുത്തി. ജീവനില്ല എന്നുള്ളത് ഈ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 8 പേരാണ് ഇവിടെ വന്യമൃഗ ആക്രമണത്തിൽ. അതിനെ പ്രതിരോധിക്കുവാനായി കർഷകർ പ്രതിരോധം തീർക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള വലിയ അപകടത്തിൽ കലാശിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പന്നിക്ക് വേണ്ടി വെച്ച ഒരു കുരുക്കാണ്. പക്ഷേ എന്തിനു വേണ്ടി കർഷകർ ഇത് ചെയ്യുന്നു? അയാളെ കൃഷി സംരക്ഷിക്കാൻ ചെയ്താകാം. പക്ഷേ അവിടെ ഒരു കുട്ടി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ കുഴപ്പം എവിടെയാണ് നിൽക്കുന്നത്? എന്തുകൊണ്ട് ആ കർഷകൻ അത് ചെയ്തു? പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എന്തുകൊണ്ട് ആ കർഷകൻ അത് ചെയ്യേണ്ട വന്നു? അത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരവരുടെ ജോലി ചെയ്യാത്തതിന്റെ പരിണിത ഫലമാണ്. മുമ്പുള്ള പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ അത് അനധികൃതമായി ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് വൈദ്യുതി എടുത്ത് പന്നിയെ പിടിക്കാൻ കെണിവെച്ചതാവാം എന്ന് സംശയിക്കുന്നു. ചിലപ്പോഴങ്ങനെ ആവാം. പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ല. അത് ഗൗരവമായ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ച് ഇങ്ങനെയാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് അവരെ നിയമത്തിൻ്റെ മുന്നിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെടാനാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയുക. രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നാട്ടിലുണ്ടായ അപകട മരണത്തെ പോലും ഉപയോഗപ്പെടുത്തുക എന്ന ഹീനമായ സാധാരണഗതിയിൽ സമൂഹം അംഗീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാ? ആശുപത്രിയിലേക്ക് തന്നെ വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആശുപത്രി ജംഗ്ഷനിൽ കയറിയുന്ന റോഡ് തടയാൻ നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. നിലമ്പൂർ നേതാക്കന്മാരോടൊപ്പം അതിൻ്റെ ഏറ്റവും മുന്നിൽ കയറിയിരിക്കുന്നതാരാ? അപ്പോൾ നമ്മൾ കണ്ടില്ലേ? അപകടത്തിന് കാരണം പന്നിക്കെണിയിലേക്ക് അനധികൃതമായി വൈദ്യുതി എടുത്തതാണെന്ന നിഗമനത്തിലാണ് KSEB. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടിയുണ്ടാകുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു.
അവിടെ വനം വകുപ്പ് ഒരു കെണിയോ ഷോക്കേൽപ്പോ ഇത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. ഇത് പ്രൈവറ്റ് സ്ഥലത്ത് പ്രൈവറ്റ് വ്യക്തി സ്ഥാപിച്ചതാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഒരു നിഗമനത്തിൽ എത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്നതിന് പകരം വസ്തുതകൾ പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വൈദ്യുതി വനംവകുപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണെന്ന് മാത്രമേ ഇപ്പം പ്രാഥമികമായി പറയാനുള്ളൂ. അപകടസ്ഥലം പോലീസ് സീൽ ചെയ്തു. KSAB ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തും ബിനിൽ ലീല സാബുവുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യം ശാന്തകുമാർ വെള്ളാലത്തിലേക്കാണ്. ശാന്തകുമാർ, നിലവിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇന്ന് വഴിയൊരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശദമായ പരിശോധനയും നടക്കും. എന്തൊക്കെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പരിശോധനകൾ? ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് വലിയ രാഷ്ട്രീയ ആയുധമായി ഒരു പ്രചരണ ആയുധമാക്കി എടുക്കുക തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ. അത് തന്നെയാണ് ഇന്നലെ രാത്രി കണ്ടത്. ആ പ്രതിപക്ഷ കക്ഷികളുടെ വലിയ സമരത്തിന് തന്നെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവനും നമുക്ക് കാണാനാവുകയും ചെയ്ത്. അത് ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം ഇന്നലെ മരിച്ച അനന്തു എന്ന വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകും. അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വഴിക്കടവിലെ ഈ വിദ്യാർത്ഥിയുടെ നാട്ടിലും ഒപ്പം തന്നെ ഈ ആശുപത്രിയിലും എല്ലാം വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്, UDF തീരുമാനിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് സർക്കാരിനെതിരെ ഒരു പ്രചരണ ആയുധമാക്കുക എന്നുള്ളതാണ്. ആ സർക്കാരിനെതിരെ പ്രചരണ ആയുധമാക്കുമ്പോൾ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു പ്രചരണത്തിന്റെ ഭാഗമാക്കാൻ കഴിയും. അതിന് വനംവകുപ്പിനെയും അതുപോലെ തന്നെ KSEBയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള പ്രതിഷേധങ്ങൾക്കാണ് UDF നേതൃത്വം നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഇന്ന് വിവിധ ഇടങ്ങളിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും വലിയ ഒരു സമരത്തിന് തന്നെയാണ് ഇന്ന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വനയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും പ്രധാനപ്പെട്ട ആയുധമാണ്. അത് ഒരിക്കൽ കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ പ്രചരണ പരിപാടികൾക്ക്, ഈ പ്രതിഷേധ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മലയോര മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്. അത് വന്യമൃഗശല്യം ഉൾപ്പെടെ ആ പ്രശ്നങ്ങൾ ഒക്കെ ഒരു ഉദാഹരണം കൂടിയാണ് ചൂണ്ടിക്കാട്ടാനാണ് ഇപ്പോൾ ഈ ഷോക്കേറ്റ് മരണത്തിലൂടെ ഇപ്പോൾ UDF ആലോചിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും ഒരു പ്രചരണായുധമാക്കാൻ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് UDF ആലോചിച്ചിരിക്കുന്നത്.